കർത്താവിന്റെ പരിശുദ്ധമായ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇമ്മാനുവൽ മിഷൻ ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്തുയേശുവിന്റെ പരിശുദ്ധ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. കർത്താവിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ ദൈവ വചനത്തിലൂടെ നമ്മോട് സംസാരിക്കട്ടെ. തിരുവചന ധ്യാനത്തിനു വേണ്ടി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം ദൈവസന്നിധിയിൽ വായിക്കുന്നു. നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. അവർ നിനക്കുള്ളവർ ആയിരുന്നു, നീ അവരെ എനിക്ക് തന്നു. അവർ നിന്റെ വചനം പ്രമാണിച്ചും ഇരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രാർത്ഥനകൾ സുവിശേഷങ്ങളിൽ അവിടവിടങ്ങളിലായി സുവിശേഷകന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ കർത്താവിന്റെ രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ മഹനീയമായ പ്രാർത്ഥനകളും പ്രാർത്ഥന വാചകങ്ങളും വളരെ സവിശേഷതയുള്ളതും നമ്മെ ഏവരെയും യഥാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുന്നതുമായിട്ടുള്ള നമ്മുടെ കർത്താവിന്റെ സവിശേഷമായ പ്രാർത്ഥനകൾ സുവിശേഷങ്ങളിൽ വിവിധയിടങ്ങളിൽ സുവിശേഷകന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രാർത്ഥനയുടെ മഹത്വം എന്ത് എന്ന് നാം ഓരോരുത്തരും ശരിയായി മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ കർത്താവിന്റെ രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ പ്രാർത്ഥനയും പ്രാർത്ഥന വാചകങ്ങളും സൂക്ഷ്മമായി പ്രാർത്ഥനയോടെ നാം അത് പരിശോധിക്കുമ്പോൾ ഒരു വ്യക്തി ആരോട് പ്രാർത്ഥിക്കണം, എപ്രകാരം പ്രാർത്ഥിക്കണം എന്ന് വളരെ വ്യക്തമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ കർത്താവിന്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ മഹത്വകരമായ പ്രാർത്ഥനകളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ യേശു കർത്താവിന്റെ മഹാപൗരോഹിത്യ പ്രാർത്ഥന എന്ന് വേദ പഠിതാക്കൾ അഭിപ്രായപ്പെട്ടിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിന്റെ 17-ാം അധ്യായം 1 മുതൽ 26 വരെയുള്ള വചനങ്ങളിൽ യേശു ക്രിസ്തുവിന്റെ മഹാപൗരോഹിത്യ പ്രാർത്ഥനയായിട്ട് വേദപഠിതാക്കൾ അതിനെ രേഖപ്പെടുത്തുകയാണ്. മഹത്വകരമായിട്ടുള്ള ധാരാളം സവിശേഷതകൾ, ആശയങ്ങൾ ഈ പ്രാർത്ഥനയിൽ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. പ്രാർത്ഥന കേൾക്കുന്ന പിതാവായ ദൈവവും പ്രാർത്ഥിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവും തമ്മിലുള്ള ആഴമേറിയ സവിശേഷമായിട്ടുള്ള ആ ബന്ധത്തെ ക്രിസ്തുവിന്റെ വാക്കുകളിലൂടെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അത് നമ്മെ പഠിപ്പിക്കുന്നത് പ്രാർത്ഥന കേൾക്കുന്ന സ്വർഗസ്ഥനായ പിതാവും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയും തമ്മിൽ എപ്രകാരമുള്ള ഒരു ബന്ധം ഉണ്ടായിരിക്കണം എന്ന് യേശു കർത്താവിന്റെ വാക്കുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം, ധാരാളം ആളുകൾ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, കരയുന്നുണ്ട്, നിലവിളിക്കുന്നുണ്ട്. എന്നാൽ പ്രാർത്ഥിക്കുന്നവരും നിലവിളിക്കുന്നവരും സ്വയം ശോധന ചെയ്യാതെ പോകുന്ന ഒരു കാര്യമാണ് പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ നിലവിളിക്കുന്ന ഞാനും പ്രാർത്ഥന കേൾക്കുന്ന ദൈവവും തമ്മിൽ എപ്രകാരമുള്ള ഒരു ബന്ധമാണ് എനിക്കുള്ളതെന്ന് പലപ്പോഴും ആരും സ്വയം ശോധന ചെയ്യാറില്ല. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു പറയുന്ന ചില ചിന്തകൾ ഞാൻ പറയാം. അതിലേറ്റവും സവിശേഷമായിരിക്കുന്നത്, പിതാവേ നീ എന്നിലും ഞാൻ നിന്നിലുമാണ് വസിക്കുന്നത്. ഇത് പല തവണ ആവർത്തിച്ച് യേശു കർത്താവ് ഈ പ്രാർത്ഥനയിൽ പറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇത് ആഴമേറിയ പിതാവും പുത്രൻ തമ്മിലുള്ള ഒരു ആഴമേറിയ ബന്ധം. പിതാവിന്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥനകൾക്ക് മറുപടി ആഗ്രഹിച്ച് കരയുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുന്ന നീയും പ്രാർത്ഥിക്കുന്ന താങ്കളും പ്രാർത്ഥന കേൾക്കുന്ന ദൈവം തമ്മിലുള്ള ബന്ധം എങ്ങനെയൊന്ന് പരിശോധിക്കുവാനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് ഈ തിരുവെഴുത്തിൽ നിന്ന് നമ്മെ ബുദ്ധി ഉപദേശിക്കുകയാണ്. എവിടെയെങ്കിലും ആ ബന്ധത്തിന് ഒരു വിള്ളൽ വന്നിട്ടുണ്ടെങ്കിൽ, ആ പിതാവും പുത്രനും തമ്മിലുള്ള ഞാൻ നിന്നിലും നീ എന്നിലും വസിക്കുന്നു എന്നുള്ള ആ സവിശേഷമായ ഒരു ബന്ധത്തിലേക്ക് പ്രാർത്ഥനയ്ക്ക് മുമ്പേ വരുവാൻ കഴിഞ്ഞാൽ ആത്മിക ജീവിതത്തിലെ സ്വന്തം ജീവിതത്തിലെ പാകപ്പിഴകളെ പരിഹരിച്ചുകൊണ്ട് പിതാവുമായിട്ടുള്ള ഒരു ആഴമേറിയ സ്നേഹബന്ധത്തിലേക്ക്, ആ ഐക്യത്തിലേക്ക് വരുവാൻ കഴിഞ്ഞാൽ തീർച്ചയായും പ്രാർത്ഥന കേൾക്കുന്ന ദൈവം പ്രാർത്ഥിക്കും
മുമ്പേ താങ്കളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകുമെന്ന് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ വിശ്വസിച്ച് പ്രഖ്യാപിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ധാരാളം സവിശേഷതകൾ, ഒരു വ്യക്തിയുടെ ശുശ്രൂഷയുടെ മഹത്വകരമായ അനുഭവങ്ങൾ എപ്രകാരമായിരിക്കണം ഒരു ശുശ്രൂഷ ചെയ്യുന്നത്. പിതാവായ ദൈവം ഒരു ശുശ്രൂഷ ഒരു വ്യക്തിക്ക് ഏൽപ്പിക്കുന്നത് അത് എന്തിനു വേണ്ടി ആണ് എന്നുള്ളതും അതെപ്രകാരം ആ ശുശ്രൂഷകൾ നിർവഹിക്കണമെന്നും നിർവഹിക്കപ്പെടേണ്ടതാണ് എന്നും ഈ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് യേശു കർത്താവിന്റെ വാക്കുകൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പക്ഷെ ഞാനിതെല്ലാം ഒരു മുഖവരയായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. യേശു കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ആ ശിഷ്യന്മാരോട് അല്ലെങ്കിൽ ശിഷ്യന്മാരെ കുറിച്ച് പിതാവിന്റെ സന്നിധിയിൽ കർത്താവായ യേശു ക്രിസ്തു പറയുന്ന മഹത്വകരമായ സാക്ഷ്യത്തെ കുറിച്ചാണ് ഇന്ന് ഒരല്പസമയം എന്റെ പ്രിയപ്പെട്ട ആ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുവാൻ ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നത്. നാം വായിച്ച 17-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിന്റെ അവസാന ഭാഗങ്ങളിൽ ഇങ്ങനെ ഒന്നാമത്തെ പരാമർശം അവരെ കുറിച്ച് പറയുകയാണ്. അവരെ കുറിച്ചുള്ള സാക്ഷ്യം യേശു കർത്താവ് പറയുന്നു, പിതാവേ, അവർ നിന്റെ വചനം പ്രമാണിച്ചിരിക്കുന്നു. യേശു കർത്താവ് ഒരു രാത്രി മുഴുവൻ തെരഞ്ഞെടുത്ത് അപ്പോസ്തലന്മാരെ തെരഞ്ഞെടുത്തു. ഏകദേശം 3.5 വർഷം യേശു കർത്താവ് തന്റെ ഐഹിക ശുശ്രൂഷ ഭൂമിയിൽ ചെയ്യുവാനിടയായി തീർന്നു. താൻ ഭൂമി വിട്ട് പിതാവിന്റെ സന്നിധിയിൽ പോകുവാൻ സമയമായപ്പോൾ ഏറ്റവും പര്യവസാനത്തിന്റെ സമയത്തെങ്കിൽ തന്നെ പിതാവായ ദൈവം ഏൽപ്പിച്ച താൻ പ്രാർത്ഥിച്ച തെരഞ്ഞെടുത്ത അപ്പോസ്തലന്മാരെ കുറിച്ച് തന്നോട് കൂടെ 3.5 വർഷം സഞ്ചരിച്ച ഈ അപ്പോസ്തലന്മാരെ കുറിച്ച് പിതാവിന്റെ സന്നിധിയിൽ യേശു കർത്താവ് സാക്ഷ്യം പറയുകയാണ്. പിതാവേ, അവർ നിന്റെ വചനം പ്രമാണിച്ചുമിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇന്നും ദൈവത്തിന്റെ സന്നിധിയിൽ വലത്തുഭാഗത്തിരുന്ന് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി പക്ഷപാതം ചെയ്യുന്ന നല്ല കർത്താവാണ്. അവൻ മാത്രമാണ് ഏക മധ്യസ്ഥൻ. നമ്മെ പിശാച് തന്റെ ഇഷ്ടപ്രകാരം ഗോതമ്പ് പോലെ പാറ്റിക്കളയാതിരിക്കേണ്ടതിന് പലപ്പോഴും നാം ഈ കൃപയിൽ നിലനിൽക്കുന്നതും നാം കർത്താവിന്റെ വേലയിൽ പ്രയോജനപ്പെടുന്നതും ദൈവത്തിന്റെ നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇന്നും പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നത് കൊണ്ടാണ്. എബ്രായ ലേഖനത്തിൽ ഇപ്രകാരം ഒരു വാക്യമുണ്ട്, അതുകൊണ്ട് താൻ മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ അവൻ സദാകാലം ജീവിച്ചിരിക്കുന്നവന് അവൻ അവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ പ്രാപ്തനാകുന്നു. യേശു കർത്താവ് ഇന്നും ഇപ്പോഴും തന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവത്തോട് അടുത്തു വരുന്നവർക്ക് വേണ്ടി ദൈവത്തിന്റെ സന്നിധിയിൽ ഇപ്പോഴും പക്ഷപാതം ചെയ്യുകയാണ്, നമ്മെ പൂർണ്ണമായി രക്ഷിക്കുവാൻ വേണ്ടി. എന്നാൽ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി കർത്താവായ യേശു ക്രിസ്തു പക്ഷപാതം ചെയ്യുമ്പോൾ നമ്മെ കുറിച്ച് പിതാവിന്റെ സന്നിധിയിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് തന്റെ ശിഷ്യന്മാരെ കുറിച്ച് പറഞ്ഞതുപോലെ പിതാവിന്റെ സന്നിധിയിൽ പറയുവാനുള്ള ഒരവസരം നമ്മുടെ ഭാഗത്തു നിന്ന് ആ വലിയ ഉത്തരവാദിത്വം നമ്മിൽ നിന്ന് ഉണ്ടായിരിക്കേണ്ടതാണ്. യേശു കർത്താവ് പറയുന്നു, പിതാവേ, അവർ നിന്റെ വചനം പ്രമാണിച്ചിരിക്കുന്നു. ഇപ്രകാരം ഒരു സാക്ഷ്യം എനിക്കും നമുക്ക് ഓരോരുത്തർക്കും ഈ വചനം കേൾക്കുന്ന ഏവർക്കും നമ്മുടെ കർത്താവ് നമ്മെ കുറിച്ച് പറഞ്ഞു കേട്ടാൽ അതിനേക്കാൾ അനുഗ്രഹിക്കപ്പെട്ട മറ്റൊരു സാക്ഷ്യമില്ല. നമ്മെ കുറിച്ച് നമ്മുടെ കർത്താവ് പറയട്ടെ, പിതാവേ, അവർ നിന്റെ വചനം പ്രമാണിക്കുന്നവരാണ്. അനേകർ പ്രാർത്ഥിക്കുന്നവരുണ്ട്, അനേകർ വിശ്വസിക്കുന്നവരുണ്ട്. എന്നാൽ ദൈവത്തിന്റെ ഇഷ്ടം അവന്റെ കൽപ്പനകളെ അനുസരിക്കുവാൻ, ദൈവത്തിന്റെ വചനങ്ങളെ പ്രമാണിക്കുക എന്നുള്ളതാണ് നമ്മെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം. നാം പ്രസംഗിക്കുന്നവരായിരിക്കാം, പാടുന്നവരായിരിക്കാം, പ്രബന്ധങ്ങൾ എഴുതുന്നവരായിരിക്കാം, ഒരുപാട് കാര്യങ്ങൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ചെയ്യുന്നവരായിരിക്കാം. എന്നാൽ നമ്മുടെ കർത്താവിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മെ കുറിച്ച് പറയുവാനുണ്ടാകേണ്ട ഒന്നാമത്തെ കാര്യം, പിതാവേ, അവർ നിന്റെ വചനം പ്രമാണിച്ചു. ഇന്ന് പകലിൽ ദൈവവചനത്തെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിട്ടുള്ള ആ ഉപദേശങ്ങളെ പ്രമാണിക്കുവാൻ, അനുസരിച്ച് നടക്കുവാനുള്ള ഒരു വലിയ ദൈവകൃപയ്ക്ക് വേണ്ടി കർത്താവിന്റെ സന്നിധിയിൽ നാം പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട ആ ദൈവിക ഉപദേശങ്ങളെ, കൽപ്പനകളെ പ്രമാണിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ, ദൈവ ശുശ്രൂഷകൾ ചെയ്യുവാൻ കർത്താവിന്റെ ആത്മാവ് നമ്മെ സഹായിക്കാം. ഒരുപക്ഷെ ഈ ശിഷ്യന്മാരെ കുറിച്ച് ലോകത്തിനും അവർ ജനിച്ചു വളർന്ന മതത്തിനും അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കും അവരെ
കുറിച്ച് പല അഭിപ്രായങ്ങൾ ഉണ്ടാകാം. യേശു കർത്താവിന്റെ ശിഷ്യന്മാരെ കുറിച്ച് പലർക്കും പല അഭിപ്രായങ്ങളും കുറ്റാരോപണങ്ങളും പറയുവാനുണ്ടായിരിക്കാം. ഇതുപോലെ ദൈവത്തെ സേവിക്കുന്ന, കർത്താവിൽ വിശ്വസിക്കുന്ന നമ്മെക്കുറിച്ച് ഈ ലോകത്തിന് പല അഭിപ്രായങ്ങൾ ഉണ്ടാകാം. അവർ നമ്മെ പരിഹസിക്കുന്നുണ്ടാകാം, നിന്ദിക്കുന്നുണ്ടായിരിക്കാം, നമ്മെ വേദനിപ്പിക്കുന്നുണ്ടായിരിക്കാം. അതൊന്നും നാം കാര്യമാക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മെക്കുറിച്ച് എന്തു പറയുന്നു എന്നുള്ളതാണ് പരമപ്രധാനമായിട്ടുള്ളൊരു കാര്യം. ഈ ഒരു സാക്ഷ്യം എനിക്ക് പ്രാപിക്കണം. എന്റെ കർത്താവ് എന്നെ കുറിച്ച് പറയണം, അവൻ വചനം പ്രമാണിക്കുന്നവനാണ്, അവൾ വചനം പ്രമാണിച്ച് ജീവിക്കുന്നവളാണ് എന്നുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം നമ്മുടെ കർത്താവ് പറയുവാൻ തക്കവണ്ണം അങ്ങനെ ഒരു ജീവിതം ക്രമീകരിക്കപ്പെടുന്ന അനുഭവങ്ങളിലേക്ക് നാം ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായും ഈ ദൈവവചനത്തെ പ്രമാണിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കാത്തിരിക്കുവാനും, അപ്പോൾ തന്നെ കർത്താവ് നമ്മെ ഏൽപ്പിക്കുന്ന ചെറുതും വലുതുമായിട്ടുള്ള ആത്മീക ശുശ്രൂഷകളെ ചെയ്യുവാനും, ദൈവസന്നിധിയിൽ നാം നിലവിളിയോടെ പ്രാർത്ഥിക്കുന്ന യാചനകൾക്കും പ്രാർത്ഥനകൾക്കും വേഗത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് മറുപടികളെ പ്രാപിക്കുവാനും ഇതിലൂടെ നമുക്ക് കഴിയുമെന്ന് ആ വചനത്തിലൂടെ ഞാൻ എന്റെ പ്രിയപ്പെട്ടവരെ ഓർപ്പിക്കുകയാണ്. യേശു കർത്താവ് ശിഷ്യന്മാരെ കുറിച്ച് പറഞ്ഞ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യമാണ്, പിതാവേ അവർ നിന്റെ വചനം പ്രമാണിച്ചിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, ആ 17-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നു: ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തിരിക്കുന്നു. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ലായക കൊണ്ട് ലോകം അവരെ പകച്ചു. ഈ സാക്ഷ്യം യേശു കർത്താവ് ശിഷ്യന്മാരെ കുറിച്ച് 2 തവണ പറയുന്നുണ്ട്. മറ്റു പല കാര്യങ്ങളും ഒരു വട്ടം പറഞ്ഞപ്പോൾ ഈ ഒരു കാര്യം യേശു കർത്താവ് ശിഷ്യന്മാരെ കുറിച്ച് 2 വട്ടം പറയുന്നു. അതിന്റെ 16-ാം വാക്യത്തിൽ വീണ്ടും അതേ കാര്യം പറയുന്നു, ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ല. നോക്കുക, സാക്ഷാൽ കർത്താവായ യേശു ക്രിസ്തുവാണ് തന്റെ ശിഷ്യന്മാരെ കുറിച്ച് ഇപ്രകാരമുള്ള ഒരു സാക്ഷ്യം പറയുന്നത്. പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ കളവ് പറയുവാൻ, ഫോർമാലിറ്റിക്ക് വേണ്ടി പറയുവാൻ ഒന്നും കർത്താവായ യേശു ക്രിസ്തുവിന് കഴിയുകയില്ല. നോക്കുക, ഈ ശിഷ്യന്മാരെ കുറിച്ച് ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ അന്നത്തെ ലോകത്തിന് ഇവരെ കുറിച്ച് ധാരാളം പരാതികൾ ഉണ്ടാകാം. ഇവർ വഴിയിൽ വെച്ച് വഴക്കുണ്ടാക്കുന്നവരാണ്, ഇവർ ആഹാരത്തിന് വേണ്ടി തല്ലിടുന്നവരാണ്, അല്ലെങ്കിൽ ഇവരിൽ ആരാണ് വലിയവൻ എന്ന കാര്യത്തിൽ ഇവരുടെ വലിയ തർക്കങ്ങളും വാദങ്ങളും ഉണ്ടായത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. യേശു കർത്താവിന്റെ സന്നിധിയിൽ ഇടത്തും വലത്തും ഇരിക്കുവാനുള്ള വരം ചോദിച്ചവരാണ് ഇവര്. ശമര്യക്കാർ ഇവരെ കൈക്കൊള്ളാതിരുന്ന നിമിത്തം തീയിറക്കി ഇവരെ നശിപ്പിക്കട്ടെ എന്ന് ഇവര് അനുവാദം ചോദിച്ചവരാണ്. ഇങ്ങനെയുള്ള പല ആക്ഷേപങ്ങളും യേശു കർത്താവിന്റെ അപ്പോസ്തലന്മാരെ കുറിച്ച്, അവരെ കണ്ടിട്ടുള്ള, അവരെ കേട്ടിട്ടുള്ള അന്നത്തെ ലോകത്തിന് ഇവരെ കുറിച്ച് ധാരാളം ആരോപണങ്ങളും കുറ്റാരോപണങ്ങളും അപവാദങ്ങളും ഒക്കെ പറയുവാനുണ്ടാകാം. എന്നാൽ അവരെ തെരഞ്ഞെടുത്ത് അവരെ കൂടെ കൊണ്ട് നടന്ന് സകലവും ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങളെ അവരെ പഠിപ്പിച്ച, സകലതും ഉപമകളാൽ പഠിപ്പിക്കുകയും അതിന് വ്യാഖ്യാനങ്ങൾ കൊടുത്തതായ ദൗത്യം അവരെ ഏൽപ്പിച്ചതായ യേശു കർത്താവിന് അവരെ കുറിച്ച് പിതാവിന്റെ സന്നിധിയിൽ പറയുവാനുള്ള ഒരു കാര്യം, അവർ ലൗകികന്മാരല്ലാത്തതുപോലെ, ഹല്ലേലൂയ, ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ല എന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമാണ് യേശു കർത്താവ് അവരെ കുറിച്ച് പറയുന്നത്. നോക്കുക, ഈ ലോകം ഫോർമാലിറ്റികൾ, ഒരു മനുഷ്യനെ കുറിച്ച് അവാസ്തവമായ കാര്യങ്ങൾ പറയുവാൻ ഒരു മടിയില്ലാത്ത ലോകത്തിന്റെ നടുവിലാണ് നാം ജീവിക്കുന്നത്. ഒരു വ്യക്തി മരിച്ചു പോകുമ്പോൾ ആ വ്യക്തിയെ കുറിച്ച് ജീവിച്ചിരിക്കുന്ന മനുഷ്യർ പറയുന്ന സാക്ഷ്യങ്ങൾ കേട്ട നാം തമാശയായിട്ടാണ് കേട്ടിട്ടുണ്ട്. മരിച്ചവൻ ആ പെട്ടിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് ഇതെന്നെ കുറിച്ച് തന്നെയാണ് പറയുന്നതെന്ന് അവർ ചോദിക്കുമെന്ന് തമാശയായിട്ടൊക്കെ കേട്ടിട്ടുണ്ട്. കാരണം ഒരു വ്യക്തിയുടെ മരണസമയത്തും അല്ലെങ്കിൽ യുവതിയുവാക്കന്മാർ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവരെ കുറിച്ച് പറയുന്ന ധാരാളം സാക്ഷ്യങ്ങളൊക്കെ നാം കേട്ടിട്ടുണ്ട്. അതൊക്കെ ഒരു വാസ്തവമായ കാര്യമായിരിക്കത്തില്ല, സത്യമായ കാര്യമായിരിക്കത്തില്ല. എങ്കിലും മനുഷ്യരെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ അവർ മറ്റുള്ളവരെ മനസ്സിലാക്കുവാൻ വേണ്ടിയൊക്കെ അങ്ങനെയുള്ള അവാസ്തവമായ കാര്യങ്ങൾ മനുഷ്യർ പറയുമ്പോൾ അങ്ങനെ പറയേണ്ട ഒരാവശ്യകത നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനില്ല. അതും പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ അവരെ കുറിച്ച് പറയുന്നു, പിതാവേ അവർ ലൗകികന്മാരല്ലായകൊണ്ട് ലോകം അവരെ പകച്ചു. ഇതാ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മെ കുറിച്ച് ഇപ്രകാരം ഒരു സാക്ഷ്യം പറഞ്ഞു കേട്ടാൽ അതിനേക്കാൾ വലിയ അനുഗ്രഹം നമുക്ക് പ്രാപിക്കുവാനില്ല. അത് 2 തവണ പറയാണ്. അരക്കെട്ട് ഉറപ്പിക്കുന്നത് പോലെ യേശു കർത്താവ് ശിഷ്യന്മാരെ കുറിച്ച് പറയുന്നു, അവർ ലൗകികന്മാരല്ല. പ്രിയപ്പെട്ടവരെ,
ഇത് അപ്പോസ്തലന്മാർക്ക് 3.5 വർഷം യേശു കർത്താവിന്റെ കൂടെ നടന്നപ്പോൾ അവർക്ക് യേശു കർത്താവിൽ നിന്ന് ഇപ്രകാരം ഒരു സാക്ഷ്യം പ്രാപിക്കുവാനായിട്ട് കഴിഞ്ഞുവെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും അത് കഴിയുമെന്നാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത്. നോക്കുക, 3.5 വർഷം യേശു കർത്താവിന്റെ കൂടെ നടന്ന ആ ശിഷ്യന്മാർക്ക് കർത്താവ് അവരെ കുറിച്ച് ഇപ്രകാരം പറഞ്ഞുവെങ്കിൽ നമുക്കത് സാധ്യമാണ്. നാം പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്നെ കൊണ്ടത് സാധ്യമല്ല, എനിക്കത് സാധ്യമല്ല എന്ന് നാം ചിന്തിക്കാറുണ്ട്. പക്ഷേ നമുക്കത് സാധ്യമാണ്. ദൈവകൃപയാൽ നമ്മെ വിളിച്ചവന്റെ കൃപയാലും ശക്തിയാലും യേശു കർത്താവ് ആ ശിഷ്യന്മാരെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ അവർ ലൗകികന്മാരല്ലായകൊണ്ട് ലോകം അവരെ പകച്ചു. ഇപ്രകാരം ഒരു ജീവിതം നാം നയിക്കുമ്പോൾ ഒരുപക്ഷെ ലോകം നമ്മെ പകച്ചേക്കാം. പക്ഷേ യേശു കർത്താവ് അപ്രകാരം ഒരു സാക്ഷ്യം നമ്മെക്കുറിച്ച് പറഞ്ഞാൽ അതിനേക്കാൾ അപ്പുറമായിട്ട് മറ്റൊന്നും നമുക്ക് പ്രാപിക്കുവാനില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കത് സാധ്യമാണ്. ദൈവവചനം അനുസരിച്ചുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നമുക്ക് സാധ്യമാണ്. ഈ ലോകത്തിൽ വസിക്കുമ്പോൾ തന്നെ ലൗകികന്മാരല്ലാതെ കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഏൽപ്പിക്കുന്ന മഹത്വകരമായ ശുശ്രൂഷകൾ ചെയ്യുവാൻ നമുക്ക് സാധ്യമാണ് എന്നാണ് ദൈവത്തിന്റെ ആത്മാവ് ഈ വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. യേശു കർത്താവ് നമ്മെ കുറിച്ച് പറയട്ടെ, കർത്താവിന് സാക്ഷ്യം വഹിക്കുന്ന, ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന, ദൈവത്തിന്റെ ശുശ്രൂഷകളെ ചെയ്യുന്ന നമ്മെ ഓരോരുത്തരെ കുറിച്ച് യേശു കർത്താവ് മധ്യസ്ഥം ചെയ്യുമ്പോൾ, പക്ഷപാതം ചെയ്യുമ്പോൾ നമ്മെ കുറിച്ച് യേശു കർത്താവ് പറയട്ടെ, അവർ ലൗകികന്മാരല്ല. ആ അപ്രകാരമുള്ള ഒരു അനുഗ്രഹീതമായ ആത്മീക ജീവിതം നയിക്കുവാൻ, അങ്ങനെയുള്ള ഒരു ക്രിസ്തീയ ജീവിതം, ഒരു ജയജീവിതം നയിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അത് നമുക്ക് സാധ്യമായ കാര്യമാണ് എന്നുള്ളതാണ് ഈ വചനത്തിലൂടെ നമ്മെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്ന കാര്യം. ഒന്നാമത് ഞാൻ പറഞ്ഞു, അവർ ദൈവത്തിന്റെ വചനം പ്രമാണിച്ചു. രണ്ടാമത്, അവർ ലോകം അവരെ പകച്ച കാരണം അവർ ലൗകികന്മാരല്ലായതുകൊണ്ട് ലോകം അവരെ പകച്ചുവെങ്കിൽ, നോക്കുക, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തിയോടെ അവരുടെ മേൽ വരുന്നതിന് മുൻപാണ് ഈ സാക്ഷ്യം മഹാപൗരോഹിത്യ പ്രാർത്ഥനയിൽ കർത്താവായ യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരെ കുറിച്ച് പറഞ്ഞതെങ്കിൽ അത് നമുക്കും സാധ്യമാണ്. നമ്മെക്കുറിച്ചും അപ്രകാരം ഒരു സാക്ഷ്യം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിന്റെ സന്നിധിയിൽ പക്ഷപാതം ചെയ്യുമ്പോൾ പറയട്ടെ. അതിനുവേണ്ടി നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ ആഗ്രഹിക്കാം. അസാധ്യമായത് ഒന്നുമില്ല. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന നമ്മുടെ മേൽ ദൈവകൃപ നൽകി, ദൈവശക്തി നൽകി, പരിശുദ്ധാത്മാവിനെ നൽകി, ആത്മാവിനെ അനുസരിച്ച് നടക്കുവാൻ, ദൈവത്തിന് പ്രസാദകരമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുവാൻ ഈ അന്ത്യകാലഘട്ടത്തിൽ, ഈ അന്ത്യനാഴികയിൽ യേശു ക്രിസ്തുവിന്റെ നാമമഹത്വത്തിന് വേണ്ടി ശക്തിയോടെ നാം ഓരോരുത്തരും പ്രയോജനപ്പെടേണ്ടതിനും പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ കഴിക്കുന്ന നമ്മുടെ പ്രാർത്ഥനകൾക്കും യാചനകൾക്കും ദൈവസന്നിധിയിൽ മറുപടികളെ പ്രാപിക്കേണ്ടതിനും ഈ വചനങ്ങൾ നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. തീർച്ചയായും പരിശുദ്ധാത്മാവ് അതിനായി നമ്മെ സഹായിക്കും. ആത്മാവ് വേണ്ടവണ്ണം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നാം അറിയുന്നില്ല എന്ന് പൗലോസ്ലീഹായുടെ റോമാലേഖനത്തിലൂടെ നാം പഠിക്കുന്നുണ്ട്. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നു. ആത്മാവ് ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു എന്ന് തിരുവെഴുത്തിൽ നാം വായിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മെ അതിനായി സഹായിക്കും. ശരിയായ പ്രാർത്ഥനകൾ നടത്തുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടികളെ പ്രാപിക്കുവാൻ ഈ ദൈവത്തിന്റെ വചനങ്ങൾ നമ്മെ സഹായിക്കുവാനിടയായിത്തീരും. പലപ്പോഴും എനിക്കത് കഴിയുന്നില്ല, എനിക്കതിന് സാധിക്കുന്നില്ല, ലോകം എന്നെ തോൽപ്പിക്കുന്നു, എന്റെ ജഡത്തിന്റെ ചിന്തകളും ജഡത്തിന്റെ മോഹങ്ങളും എന്നെ കീഴ്പ്പെടുത്തി കളയുന്നു, എനിക്ക് വചനമനുസരിച്ച് ജീവിക്കുവാൻ കഴിയുന്നില്ല എന്ന് കരയുന്ന, നിലവിളിക്കുന്ന ഒരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടി ആഗ്രഹിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ കരയുന്ന, പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയോടും ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിനക്ക് അതിനുള്ള കൃപ തരുവാൻ, താങ്കൾക്ക് അതിനുള്ള കൃപ വരുവാൻ കർത്താവായ യേശു ക്രിസ്തു മതിയായവനാണ്. കർത്താവ് ശിഷ്യന്മാരെ കുറിച്ച്, അപ്പോസ്തലന്മാരെ കുറിച്ച് പറഞ്ഞ സാക്ഷ്യം അത് നമ്മെക്കുറിച്ചും പിതാവിന്റെ സന്നിധിയിൽ നമ്മുടെ കർത്താവ് പറയട്ടെ. അതിനുവേണ്ടി നമുക്ക് ആഗ്രഹിക്കാം, അതിനുവേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കാം. പരിശുദ്ധാത്മാവ് നമ്മെ അതിനായിട്ട് സഹായിക്കട്ടെ. എന്നെ കേട്ട പ്രിയപ്പെട്ടവരെ, ഈ വചനങ്ങളാ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.